മധ്യവേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറന്നു. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പുത്തൂരിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല നവോദയ ഉള്ളാട്ടുകുളം റോഡ് തകർന്നതിൽ നടപടിക്കൊരുങ്ങി ജില്ലാ പഞ്ചായത്ത്. നടപടി TCV വാർത്തയെ തുടർന്നു. സ്വകാര്യ ബസിൽ കൗമാരക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിക്ക് 6 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി. പുല്ലൂറ്റ് സ്വദേശി സുരേഷിനെയാണ് ശിക്ഷിച്ചത്. റംബൂട്ടാൻ കായ്കൾ വ്യാപകമായി കൊഴിയുന്നു. വിപണി ലഭിക്കാതെ നിരാശയിൽ കർഷകർ. നമസ്കാരം. വാർത്തകൾ വിശദമായി. മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, SSKDPC ഡോക്ടർ NJ ബിനോയ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു. പുത്തൂരിലെ രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളും പഞ്ചായത്തും എല്ലാം ചേർന്ന് വളരെ മനോഹരമായി നിർവഹിച്ചു എന്നും അതിൻ്റെ സംഘാടകരായിട്ടുള്ള മുഴുവൻ പേരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നുവെന്നും ആദ്യമേ അറിയിക്കട്ടെ. പ്രസിഡന്റ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ശ്രീ VS പ്രിൻസ് അവർക്ക്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. നമ്മൾ ഭയപ്പെടുന്ന ലഹരിയെ നമ്മൾ ഒന്നുചേർന്ന് തുരത്തണമെന്നും ലഹരിക്കടിമപ്പെട്ട് കുട്ടികൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ മാതാപിതാക്കൾ നല്ലതുപോലെ ഇടപെടണമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. സമഗ്ര ശിക്ഷ കേരളം URC തൃശൂർ കോർപ്പറേഷൻ തല പ്രവേശനോത്സവവും SDC പ്രവേശനോത്സവവും ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. മാതാപിതാക്കൾ കുട്ടികളുടെ ബാഗുകൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. കുട്ടികൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നും ലഹരിക്ക് അടിമയാകാതെ മുന്നോട്ടു പോകുമെന്ന് കുട്ടികൾ പ്രതിജ്ഞയെടുക്കണമെന്നും മേയർ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. TV ജോസ് മെമ്മോറിയൽ NTC ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി വർഗീസ് ജോസ് വിശിഷ്ടാതിഥിയായിരുന്നു. ഡിവിഷൻ കൗൺസിലർ റെജി ജോയ്, HSS വിഭാഗം പ്രിൻസിപ്പൽ KR സ്മിത, തൃശൂർ URCയിലെ CP ജെയ്സൺ, LP വിഭാഗം HM ഷാൻഡി ജോസ്, PTA പ്രസിഡന്റുമാരായ രേഷ്മ മനീഷ് കുമാർ, അഖില രഞ്ജിത്ത്, ശീതൽ ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. 1200-ൽ 1200 മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ മേയർ ഉപഹാരം നൽകി അനുമോദിച്ചു. STC കോഴ്സുകളുടെയും റോബോട്ടിക്സിന്റെയും ഉദ്ഘാടനവും നടന്നു. TCV ന്യൂസ്, തൃശൂർ. ഒരു പ്രസവത്തിൽ ജനിച്ച 3 കുട്ടികൾ ഒരുമിച്ച് സ്കൂളിലേക്ക്. പുറനാട്ടുകര പ്രവീൺ കുമാർ അർച്ചന ദമ്പതികളുടെ മക്കളായ ആരാധന, അനുഗ്രഹ, അനന്യ എന്നിവരാണ് ഒരുമിച്ച് 1ാം ക്ലാസ്സിലെത്തിയത്. പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിൽ 1ാം ക്ലാസ്സിൽ പ്രവേശിച്ച കുരുന്നുകളെ അധ്യാപകർ സ്വീകരിച്ചു. ഒന്നിച്ചു പിറന്നവർക്ക് ഇനി ഒറ്റക്കുടക്കീഴിൽ കളിയും ചിരിയും പഠനവുമായി ഒന്നിച്ചു പോകാം. 4ാം പിറന്നാൾ ദിനത്തിലാണ് അറിവിന്റെ ആദ്യാക്ഷരം തേടി മൂവർ സംഘം വിദ്യാലയത്തിലെത്തിയത്. മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പള്ളിക്ക് സമീപം താമസിക്കുന്ന ചിറയത്ത് സിജോയുടെയും ബെൻസിയുടെയും 3 മക്കളാണ് ബെന്നറ്റ്, ജോഹാൻ, ജേസ് എന്നിവർ. 1 ജൂൺ 2-നായിരുന്നു 3 പേരുടെയും ജനനം. ബെൻസിക്ക് ഒറ്റ പ്രസവത്തിൽ പിറന്ന ഈ മൂവർ സംഘം 4 വയസ്സായതോടെ LKGയിൽ പ്രവേശനം നേടി. പുതിയ യൂണിഫോം ധരിച്ച് പുത്തൻ ബാഗും കുടയുമായി പുഞ്ചിരിച്ചും കൈകൊട്ടിയും ഏറെ ആഹ്ലാദത്തോടെ മൂവരും ഒന്നിച്ച് പാടൂർ വാണിവിലാസം സ്കൂളിലെ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്തു. സിജോ ഒമാനിൽ കപ്പലിൽ ജീവനക്കാരനാണ്. ഭാര്യ ബെൻസി നാട്ടിലെ സ്വകാര്യ സ്ഥാപനത്തിലും ജോലി ചെയ്യുന്നു. TCV പാവർട്ടി. നവോദയ ഉള്ളാട്ടുകുളം റോഡ് തകർന്നതിൽ നടപടിക്കൊരുങ്ങി ജില്ലാ പഞ്ചായത്ത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുനർനിർമ്മാണം നടത്തിയ നവോദയ ഉള്ളാട്ടുകുളം റോഡ് തകർന്ന സംഭവത്തിൽ നടപടിക്കൊരുങ്ങുകയാണ് ജില്ലാ പഞ്ചായത്ത്. റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കി സഞ്ചാരത്തിന് തുറന്നുകൊടുത്ത് 1 മാസം പിന്നിടുമ്പോഴേക്കും പലയിടത്തായി ടാർ ഇളകി റോഡ് തകർന്ന സംഭവം TCV വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് നവീകരിച്ചത്.
ഫെബ്രുവരി മാസത്തിൽ റോഡിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനവും 2 മാസത്തിനുള്ളിൽ നിർമ്മാണവും പൂർത്തിയാക്കിയിരുന്നു. റോഡിന്റെ പുനർനിർമ്മാണവും തകർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ എസ് നായർ പറഞ്ഞു. 10 വർഷത്തിലധികം സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന റോഡിന്റെ നവീകരണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. TCV ന്യൂസ്, തിരുവല്ലോമല. നവോദയ ഉള്ളാട്ടുകുളം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP 15-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ നേതാക്കളായ ശശികുമാർ, ഹരിഹരൻ, സുഭദ്ര, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വകാര്യ ബസ്സിൽ കൗമാരക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾക്ക് 6 വർഷം കഠിന തടവിനും 20,000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷിച്ചു. പുല്ലൂറ്റ് സ്വദേശി മുരിങ്ങത്തറ വീട്ടിൽ സുരേഷിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ് ഷെറിൻ ആഗ്നസ് ഫെർണാണ്ടസ് ശിക്ഷിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന മിലൻ എന്ന ബസ്സിൽ 2021 ജൂൺ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിക്ക് കണ്ണ് കാണില്ലെന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം തെളിയിക്കാൻ സാധിച്ചില്ല. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു, അഡ്വക്കേറ്റ് PR ശിവ എന്നിവർ കോടതിയിൽ ഹാജരായി. റംബൂട്ടാൻ കായ്കൾ വ്യാപകമായി കൊഴിയുന്നത് കർഷകരെ നിരാശയിലാക്കുന്നു. മലയോര മേഖലയിലുള്ള റംബൂട്ടാൻ മരങ്ങൾ ഇക്കുറി നിറഞ്ഞു കായ്ച്ചപ്പോൾ ആഹ്ലാദിച്ച കർഷകരെ മഴ തുടങ്ങിയതോടെ കായ്കൾ കൊഴിയുന്നത് നിരാശയിലാക്കിയിരിക്കുകയാണ്. കടുത്ത വേനൽ ചൂടിന് പുറകെ ദിവസങ്ങളോളം നീണ്ടുനിന്ന കനത്ത മഴയാണ് കായ്കൾ കൊഴിയാൻ കാരണമാക്കിയതെന്ന് കർഷകർ പറയുന്നു. ഒട്ടുമിക്ക മരങ്ങളിലും പകുതിയിലേറെ റംബൂട്ടാൻ കായ്കൾ കൊഴിഞ്ഞുപോയിട്ടുണ്ട്. കായ് പൊഴിച്ചിൽ മൂലം ഇത്തവണ റംബൂട്ടാൻ ഉൽപാദനം കുറയാനിടയാകുമെന്നാണ് ആശങ്ക. തൃശൂർ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടങ്ങൾ നിലനിർത്താൻ വ്യാജ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ അനധികൃതമായി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ മേയർക്ക് കത്ത് നൽകി. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് യാതൊരു മാനദണ്ഡവുമില്ലാതെ വൻ തുകകൾ കൈപ്പറ്റി ഇത്തരത്തിലുള്ള വ്യാജ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ ആവശ്യക്കാർക്ക് നൽകുന്നത്. അപകടാവസ്ഥ ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ള 271 കെട്ടിടങ്ങളുടെ പട്ടിക കളക്ടർക്ക് കൈമാറി. ഈ പട്ടികയിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം ഉത്തരവ് സമ്പാദിച്ച് അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ നടപടിയെടുക്കണമെന്ന് ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. മലയോര കർഷകരുടെ ആശങ്കകൾ പങ്കുവെച്ച് ഇഞ്ചക്കുണ്ട് കുടിയേറ്റ വജ്ര ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. 75 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് തൃശൂരിലെ നിബിഡവനമായിരുന്ന ഇഞ്ചക്കുണ്ട് പ്രദേശത്തേക്ക് കുടിയേറിയ കർഷക കുടുംബങ്ങളുടെ ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഓർമ്മകൾ അയവിറക്കി ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ സ്കൂൾ അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റത്തിന്റെ ചരിത്രം 75 വർഷം മുമ്പ് അങ്ങനെയാണെങ്കിൽ ബേബി സൂചിപ്പിച്ചതുപോലെ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും കുടിയേറ്റം തുടങ്ങിയിരിക്കുന്നു. അതിനെ ഒരു തെറ്റായി കണക്കാക്കാനും പറ്റില്ല. കുട്ടികളെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. കൃഷി ഇറക്കി വരുമാനം ഉണ്ടാക്കി ജീവിക്കുക കൊണ്ട് മാത്രം ഈ വരുംകാല തലമുറയെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴത്തെ രക്ഷിതാക്കളിലുണ്ട്. പണ്ട് വനഭൂമിയെ വിളഭൂമിയാക്കാനായി പൂർവികർ കുടിയേറിയെങ്കിൽ ഇന്ന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലും തേടി പുതിയ തലമുറ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനെ കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല. മികച്ച രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസ സൗകര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. വന്യജീവികൾ കാടുവിട്ടിറങ്ങുന്നത് പ്രതിരോധിക്കാനും കൃഷിഭൂമി സംരക്ഷിക്കാനുമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നിയെ വെടിവെക്കാനെടുത്ത നിയമം മാത്രം പോരല്ലോ, രാജ്യത്തിന്റെ നിയമത്തെ ലംഘിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അത്തരം ഉപദ്രവകാരികളായ അന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടി അല്ലെ വംശനാശം നഷ്ടപ്പെടാതെ തന്നെ അവരെ നിയന്ത്രണ രീതിയിൽ നിർത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള നില സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കാൻ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ ചുമതലപ്പെടുത്തി മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. വന്യജീവി ആക്രമണമൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലല്ല ഇന്ത്യയിലെ ലോകത്തൊക്കെ ഉണ്ട്. കൊന്നുകളയേണ്ടതിനൊക്കെ കൊന്നുകളയണം.
ഗവൺമെൻറ് നയവും നമ്മുടെ നയവും. ആദ്യകാല കുടിയേറ്റക്കാരോടൊപ്പം പാല, രാമപുരം പ്രദേശങ്ങളിൽ നിന്ന് ഇഞ്ചക്കുണ്ടിലേക്ക് വന്നവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരിച്ചു. കുടിയേറ്റ വജ്രജൂബിലി സ്മരണികയുടെ പ്രകാശനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസുലി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ ബാനസീർ മൊയ്തീൻ, ഗീത ജയൻ, ജൂബിലി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ഫാദർ സെബിൻ എടാട്ടുകാരൻ, ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ, ജനറൽ സെക്രട്ടറി റോയ് കാരേക്കാട്ട് എന്നിവർ സംസാരിച്ചു. TCV കൊടകര. കേരള കർഷക സംഘം അരിമ്പൂർ പഞ്ചായത്ത് സമ്മേളനം കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. EK പ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K രാകേഷ്, TV ഹരിദാസൻ, VN സുർജിത്ത്, ലതി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സമ്മേളനം കുന്നത്തങ്ങാടി മേഖല, അരിമ്പൂർ മേഖല എന്നിങ്ങനെ 2 കമ്മിറ്റികളായി വിഭജിച്ച് ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ പഞ്ചായത്തിലെ മികച്ച 45 കർഷകരെ ആദരിച്ചു. CPI പെരിങ്ങനം ലോക്കൽ സമ്മേളനം നടന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG ശിവാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ്, ET ടൈസൺ MLA, മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി AD സുദർശനൻ, KS ജയ, VA കൊച്ചുമൊയ്തീൻ, ഷിഹാബ് കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറിയായി സായിദ മുത്തുക്കോയ തങ്ങളെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി അഡ്വക്കേറ്റ് ശ്രേയസ് ചെറിയനത്തിനെയും തിരഞ്ഞെടുത്തു. 2020 പാർട്ടി രൂപം കൊണ്ടത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ അംഗീകാരത്തോടുകൂടി സാർവദേശീയ ബോധമുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് 1925 ഡിസംബർ മാസം 26. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എങ്കക്കാട് BJP ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത് ഉദ്ഘാടനം ചെയ്തു. PG രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NR രാംകുമാർ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത്, നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ, ഏരിയ പ്രസിഡന്റ് റീന സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജവഹർ ബാലവിഹാർ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ മാപ്രാണം കിക്ഷാക്ക് അരീന ടർഫ് കോർട്ടിൽ 2 മാസമായി നടന്നു വന്നിരുന്ന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് സമാപിച്ചു. AU രഘുരാമൻ പണിക്കർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് സത്യൻ PB അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാട്ട്, JBV തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആൻഡോ തൊറയൻ, ക്യാമ്പ് ഡയറക്ടർ TV ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്പോർട്സ് കിറ്റും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഏനാമാക്കൽ ക്ഷീര വ്യവസായ സംഘത്തിൽ ക്ഷീരദിനം ആചരിച്ചു. സംഘം പ്രസിഡന്റ് TI സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി ക്ഷീരദിന പ്രതിജ്ഞയെടുത്തു. വൈസ് പ്രസിഡന്റ് ജോജോ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. PK ഉത്തമൻ, ശാരദ സത്യൻ, ജയരാജൻ ഒല്ലേക്കാട്ട്, സെക്രട്ടറി PR രജനി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി TCVയുടെ പ്രത്യേക സെഗ്മെന്റ് പ്രളയത്തിലും പഠിക്കാതെ. ഉരുൾപൊട്ടൽ ഭീതിയിൽ തൃശൂർ ജില്ലയും. അതിദുർബലാവസ്ഥയിൽപ്പെട്ട മേഖലകളിലെ അശാസ്ത്രീയ നിർമ്മിതികൾ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഓഗസ്റ്റ് 16 കുറാഞ്ചേരിയിലെ ഉരുൾപൊട്ടൽ. 19 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. ദുരന്തത്തിന് 7 വർഷം തികയുമ്പോൾ ജില്ലയിലെ ഒട്ടേറെ പ്രദേശങ്ങൾ ഇപ്പോഴും ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ ഭീതിയിലാണ്. ജില്ലയുടെ ഒരു മേഖല മുഴുവൻ മലയോര പ്രദേശമാണ്. ഇതിൽ അതിരപ്പിള്ളി, വെള്ളിക്കുളങ്ങര, പള്ളം, ദേശമംഗലം എന്നിവിടങ്ങളിൽ നേരത്തെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അകമല ഉൾപ്പെടെയുള്ള വനമേഖലയും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നു. രാജ്യത്ത് ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ 10 ഇടങ്ങളിൽ തൃശൂർ ജില്ലയും ഉൾപ്പെടുന്നതായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ പഠന റിപ്പോർട്ടുണ്ടായിരുന്നു.
ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് ഉപഗ്രഹ വിവരങ്ങൾ വിശകലനം ചെയ്ത് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തിയത്. മഴ കനക്കുമ്പോൾ മലയോര മേഖല ഭീതിയിലാണ്. 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങളിൽ മലയിടിച്ചിൽ ഭീഷണി വർദ്ധിക്കും. എന്നാൽ ഇത്തരം പ്രദേശങ്ങളിൽ അപകടകരമായ രീതിയിൽ നിർമ്മിച്ച ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട്. യാതൊരു സുരക്ഷാ മാനദണ്ഡവുമില്ലാതെ നിർമ്മിക്കുന്ന ഇത്തരം കെട്ടിടങ്ങൾ താഴ്വാരങ്ങളിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് കൂടി ഭീഷണിയാണ്. പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടും ഇനിയും പഠിക്കാതെയുള്ള ഇത്തരം അശാസ്ത്രീയ നിർമ്മിതികൾ അപകടങ്ങൾക്ക് ആക്കം കൂട്ടും. പുഴയ്ക്കലിലെ പെട്രോൾ പമ്പിന് സമീപമുള്ള കുന്നിൻ ചെരുവിലെ അപകടകരമായ നിർമ്മിതിയാണ് ഇക്കാണുന്നത്. ഇതുപോലെ ഒട്ടേറെ കെട്ടിടങ്ങൾ അപകടകരമായ സ്ഥിതിയിൽ തന്നെ ഇവിടെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരനായ ഒരുവൻ 4 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ കൂര പണിയാൻ അധികാരികളെ സമീപിക്കുമ്പോൾ നൂലാമാലകൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന അതേ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരം കെട്ടിടങ്ങൾക്കും അനുമതി നൽകിയിട്ടുള്ളത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് തല പ്രവേശനോത്സവം എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. നാദസ്വരവാദ്യത്തിന്റെ അകമ്പടിയോടെ നവാഗതരായ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. എഴുത്തുകാരൻ ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, MC ഐജു, സുധീഷ് പറമ്പിൽ, NP അജയൻ, റീന വർഗീസ്, പ്രധാനാധ്യാപിക KA സുജിനി, PTA പ്രസിഡന്റ് PT സുശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്ക് അധ്യാപകർ സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും സമ്മാനിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രവേശനോത്സവം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. NSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് ഡോക്ടർ രജിത് കുമാർ മുഖ്യ അതിഥിയായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗം MK ഷൺമുഖൻ, മാനേജർ ഡോക്ടർ സുഭാക്ഷിണി മഹാദേവൻ, PTA പ്രസിഡന്റ് കവിത കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കാം. ചാലക്കുടി മുനിസിപ്പൽ തല സ്കൂൾ പ്രവേശനോത്സവം IRM LP സ്കൂളിൽ നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാർ, വാർഡ് കൗൺസിലർ സുധാ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ അരണാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഡിവിഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാട ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രഹിത സനിലൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക PN ജമുന, മറ്റധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം സിനി ആർട്ടിസ്റ്റ് പ്രമോദ് പടിയത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, കുമാരി ആൻലിൻ മരിയ, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ റിൻസ് P സെബാസ്റ്റ്യൻ, ഹൈസ്കൂൾ PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ, LP PTA പ്രസിഡന്റ് അബിത PR, ഹൈസ്കൂൾ HM ഇൻചാർജ് ലീന തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞൻ ഷോമി ഡേവിസിന്റെ കലാവിരുന്ന് അരങ്ങേറി.
അന്തിക്കാട് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകയുടെ ചുമതല വഹിക്കുന്ന PM സൗമ്യ, PTA പ്രസിഡന്റ് CS സിരിൻസൺ, പഞ്ചായത്ത് അംഗം അനിത ശശി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം MPTA പ്രസിഡന്റ് പ്രജിത പ്രശാന്ത് നിർവഹിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗംഗാ ഗോപിക്ക് കൊളത്തൂർ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. KK രാമചന്ദ്രൻ MLA അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ നന്ദിനി രമേശൻ, A രാജീവ്, കർഷക സമിതി പ്രസിഡന്റ് NR ജയപ്രകാശ്, സെക്രട്ടറി K സുധാകരൻ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷാ വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഷെഡിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് MK സുനിൽ അധ്യക്ഷത വഹിച്ചു. MLA മാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, NK അക്ബർ, CITU ഏരിയ സെക്രട്ടറി S ബസന്ത്ലാൽ, PN സുരേന്ദ്രൻ, സജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലതല പ്രവേശനോത്സവം മാടായിക്കോണം ചാത്തൻ മാസ്റ്റർ സ്കൂളിൽ നടന്നു. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാൻ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് പ്രാപ്തിയുള്ളതായി മന്ത്രി പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബിക പള്ളിപ്പുറത്ത് അധ്യക്ഷയായിരുന്നു. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ജോബി, സത്യപാലൻ, സ്കൂൾ പ്രധാനാധ്യാപിക ET ഷെൽബി തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെയും ഇതിന് തൊട്ട് മുന്നിലെ സർക്കാരിന്റെയും കാലത്ത് നല്ല നിലയിൽ വികസിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അനുവദിക്കപ്പെട്ട കെട്ടിടം പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരമായ ഒരു കളിയിലൂടെ പഠിക്കാൻ കഴിയുന്ന ഒരു പ്രിയപ്പെട്ട ഇടം അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി അക്ഷര മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിമാനയാത്രയിൽ പങ്കെടുത്ത 74 പേർക്ക് സ്വീകരണം നൽകി. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ നടന്ന യോഗം എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ KJ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുധി പന്തക്കൽ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ മൊമന്റോ നൽകി ചടങ്ങിൽ ആദരിച്ചു. രഞ്ജിത്ത് പണിക്കർ, രശ്മി ബജീഷ്, രാജു മാരാത്ത്, KN ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. എടമുട്ടം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘം 4ാം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MV നൌഷാദ് അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ, ബാലസാഹിത്യകാരൻ ജയരാജ് മിത്ര, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം മുരിങ്ങത്തേരി 5ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് TR ഷിജു അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, മുൻ പ്രസിഡന്റ് NK കബീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, KK ജോസഫ്,
ലിജോ കണ്ണനായ്ക്കൽ, അമൃത ഷിജു, റോബിൻ പതിയാരം എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ഇന്റീരിയർ ഡെക്കറേഷൻ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഫ്ലെക്സി ഫോൾഡിന്റെ തൃശൂർ ഫ്രാഞ്ചൈസിയുടെ ഒഫീഷ്യൽ ലോഞ്ചിംഗ് തൃശൂരിൽ നടന്നു. കൊടിയേറ്റം എന്ന പേരിൽ തൃശൂർ ജോയ് പാലസിലാണ് ഫ്ലെക്സി ഫോൾഡ് തൃശൂർ ഫ്രാഞ്ചൈസിയുടെ ഒഫീഷ്യൽ ലോഞ്ചിംഗ് നടന്നത്. ലേബർ അലുമിനിയം കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ്, ഫാബ്രിക് കാബ് മാനേജിംഗ് ഡയറക്ടർ ജാബിർ ഇൻഡോറ, ആക്ടിസോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ ഷഫീഖ് ഉമ്മർ, മുഹമ്മദ് ഷഫീഖ്, PT ഫാബ്രിമിക്സ് പാർട്ട്ണർ ഷബീർ, ഫ്ലെക്സി ഫോൾഡ് കണ്ണൂർ ഡീലർ ഫർഷാദ് അബ്ദുള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ലേബർ അലുമിനിയം കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ്, ഫാബ്രിക്കേറ്റേഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് ഷമീർ, സെക്രട്ടറി അൻഷാദ് ആലുവ എന്നിവർ ചേർന്ന് ഫ്ലെക്സി ഫോൾഡ് വീഡിയോ ലോഞ്ചിംഗ് നിർവഹിച്ചു. ലേഡി ഫാബ്രിക്കേറ്റർ അഞ്ജന, ഇന്റിമേറ്റ് അലുമിനിയം സാരഥി ശരത് കേച്ചേരി, അലുബ്രോസ് സാരഥികളായ വിഷ്ണു, സനീഷ് എന്നിവർ ചേർന്ന് ഫ്ലെക്സി ഫോൾഡ് ആപ്പിന്റെ ഇൻട്രൊഡക്ഷൻ നിർവഹിച്ചു. ഫ്ലെക്സി ഫോൾഡ് ജനറൽ മാനേജർ ജെറി മിഡിൽ ടച്ച് ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ ആദരണങ്ങളും അവാർഡ് വിതരണവും കേക്ക് മുറിക്കലും നടന്നു. തുടർന്ന് കരിന്തലക്കൂട്ടത്തിന്റെ നാടൻ പാട്ട് അരങ്ങേറി. അലുമിനിയം ഫാബ്രിക്കേഷൻസിന്റെ ഉന്നമനത്തിനായി കണ്ടുപിടിച്ച ടെക്നോളജിയാണ് ഫ്ലെക്സി ഫോൾഡ്. ഇന്റീരിയർ ഡിസൈനിങ്ങിനായി മിതമായ നിരക്കിൽ ചിതലും തുരുമ്പും വരാത്ത പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലുകൾ എല്ലാ കളറുകളിലും ആകർഷകമായ ഡിസൈനുകളിലും ലഭിക്കും. കേരളത്തിലും തമിഴ്നാട്ടിലും പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ഫ്ലെക്സി ഫോൾഡിന്റെ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സാരഥികൾ. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,950 രൂപ, പവന് 71,600 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,676 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറന്നു. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പുത്തൂരിൽ റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല നവോദയ ഉള്ളാട്ടുകുളം റോഡ് തകർന്നതിൽ നടപടിക്കൊരുങ്ങി ജില്ലാ പഞ്ചായത്ത്. നടപടി TCV വാർത്തയെ തുടർന്നു. സ്വകാര്യ ബസിൽ കൗമാരക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിക്ക് 6 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി. പുല്ലൂറ്റ് സ്വദേശി സുരേഷിനെയാണ് ശിക്ഷിച്ചത്. റംബൂട്ടാൻ കായ്കൾ വ്യാപകമായി കൊഴിയുന്നു. വിപണി ലഭിക്കാതെ നിരാശയിൽ കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.